നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനൽ സ്റ്റഡീസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ചയാണ്. അതായത് എക്സ്പോണൻസ്, കൃത്യംഗങ്ങൾ 3-4 ക്ലാസ് പഠിച്ചു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നും പഠിക്കുന്നത്. നമുക്ക് ഓരോ എക്സാമ്പിൾസ് നോക്കാം. 17:3.5 ഇൻറ്റു 17:7.3 ഡിവൈഡഡ് ബൈ 17:4.2. ഇതെങ്ങനെ ചെയ്യും? അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇത് നോക്കിയാൽ മതി. A/m ഇൻറ്റു A/n എന്ന് വെച്ചാൽ A/m പ്ലസ് n അല്ലേ. പിന്നെ ഇതും A/m ബൈ A/n ആണ്. എങ്ങനെ ചെയ്യണം? A/m മൈനസ് n. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ കണക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പം 17:3.5 ഇത് 17:7.3 എന്നാണെങ്കിൽ എങ്ങനെ എഴുതാം? 17:7.3 എന്ന് പറഞ്ഞാൽ ഇതുപോലെയല്ലേ, എം മുന്നും കൂടെ കൂട്ടിയാൽ പോരെ. എം എത്രയാണ്? 3.5, n 7.3. അപ്പൊ എങ്ങനെ എഴുതും? 17 ഇതുണ്ടോ, 3.5 7.3 കൂട്ടണം. 5 3 8 7 3 10.8 കിട്ടും അല്ലേ. 10.8 എന്ന് കിട്ടി. ഇത്രയും നമ്മൾ ചെയ്തു. കാരണം ഇത് ഇൻറ്റു ചെയ്യാനുള്ള ചെയ്യാനുള്ളത് ആ എം മുന്നും കൂടെ കൂട്ടിയാൽ മതി. കേട്ടോ, 3.5 7.3 കൂട്ടി 10.8 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ 17.4. അപ്പോൾ ഡിവൈഡഡ് ബൈ 17:4.2 അങ്ങനെ അല്ലേ. 17.4 അല്ല, 17:4.2. ഇനി ഇങ്ങനെ ഡിവിഷനാണ്. എങ്ങനെ ചെയ്യണം? എമ്മിനും കൂടെ കുറച്ചാൽ മതി. അപ്പൊ എങ്ങനെ എഴുതും? 17 എം ഇത് n ഇത്. അപ്പം 10.8 മൈനസ് 4.2. അപ്പൊ എത്ര വരും? 10.8 മൈനസ് 4.2. 6 4 6.6. അപ്പൊ 17:6.6 എന്നാണ് ഇങ്ങനെ വന്നെ. അപ്പൊ ഇവിടെ ആൻസർ കിട്ടിയത് 17:6.6. അപ്പൊ നമ്മൾ ഈ രണ്ട് നിയമം ഉപയോഗിച്ചാണ് നമ്മൾ ഈ കണക്ക് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പൊ ഇതറിയാമെങ്കിലേ നമുക്ക് ചെയ്യാവുള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുക. അടുത്ത് നോക്കിക്കേ, ഇവിടെ ഒന്ന് മായ്ക്കുവാണ്. 8x⁻7 ഡിവൈഡ് ബൈ 4x⁻3 ഡിവൈഡഡ് ബൈ 2x⁻4. ഇതെങ്ങനെ ചെയ്യണം? ആദ്യം ഇത്രയും ചെയ്യണം, അതിനുശേഷം ഇത് ചെയ്യാം. 8 ഉണ്ടോ, A/m ബൈ A/n എന്ന് വെച്ചാൽ എങ്ങനെ എഴുതണം? A/m മൈനസ് n. അപ്പൊ എങ്ങനെ എഴുതാം? 8/4 ഇങ്ങനെ എഴുതി. x⁻7 x⁻3 എന്നുള്ള എങ്ങനെ എഴുതണം? ഇതുണ്ടോ, 7 3 കൂടെ കുറയ്ക്കുമ്പോൾ എത്ര വരും? 7 മൈനസ് 3 8 7 മൈനസ് 3 എത്രയാണ്? ഈ 4 വെട്ടും കൂടെ നമുക്ക് വെട്ടാം. എത്ര പ്രാവശ്യം? 4 8 2 പ്രാവശ്യം. 2 പിന്നെയോ 2 x⁻7 3 കുറച്ചാൽ എത്രയാണ്? x⁻7 3 കുറച്ചാൽ 7 മൈനസ് 3 സമം 2 x⁻4 എന്ന് വരും. ഇതൊക്കെ ഈ 4 വെട്ടും കൂടെ വെട്ടി പിന്നെ x⁻7 x⁻3 കൂടെ കുറയ്ക്കണം അല്ലേ, കാരണം ഇതനുസരിച്ച്. അപ്പോൾ എത്ര വരും? 2 x⁻4 എന്ന് വരും. ഇത്രയും നമ്മൾ ചെയ്തപ്പോൾ ഇനി അതിനെ 2 x⁻4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ്? 2 x⁻4 ഡിവൈഡ് ബൈ 2 x⁻4. ഇത് രണ്ടും ഒന്ന് തന്നെയാകുമ്പോൾ രണ്ടും വെട്ടി കഴിയുമ്പോഴത്തേക്കും ആൻസർ എത്രയാണ്? 1 കിട്ടും അല്ലേ. അപ്പോൾ ഇതിങ്ങനെ ആദ്യം ഈ രീതിയിൽ ചെയ്തു. A/m മൈനസ് n എന്നുവെച്ചാൽ 8 4 കൂടെ വെട്ടുമ്പം 2 കിട്ടി. x⁻7 x⁻3 കുറച്ചാൽ x⁻4. അതാണ് ഇത് 2 x⁻4 എന്ന് കിട്ടി. പിന്നെ ഈ 2 x⁻4 കൊണ്ട് നമ്മൾ ഒന്നും കൂടെ ഡിവൈഡ് ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ അത് വെട്ടി കഴിയുമ്പോൾ 1 നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഈ രീതിയിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ് കാണുന്നവരെ ഏവർക്കും നന്ദി.